ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് കട്ടിംഗ് ആണ്. അതായത് സിമ്പിൾ ബ്ലൗസ് കട്ടിംഗ് സ്റ്റിച്ചിങ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തയ്ച്ച ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയല്ല. നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് അതിലേക്ക് വേണ്ട കാൽക്കുലേഷൻസ് ആഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു പ്രൊഫഷണൽ രീതിയിലാണ് ചെയ്യുന്നത്. തയ്യൽ അറിയാത്ത ആളുകൾക്കും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടാണ്, തുടക്കക്കാർക്ക് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ പറഞ്ഞു തരുന്നത്. മാത്രമല്ല ഓരോ ഭാഗങ്ങളും എന്തെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ വ്യത്യസ്തമായ ഓരോ അളവുകൾ വരുമ്പോൾ മാറ്റങ്ങൾ വരുത്തണം എന്ന രീതിയിലും നമ്മൾ ഇതിൽ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. മാത്രമല്ല ഏതാൾക്കും നമ്മുടെ സ്വന്തമായ ഡ്രസ്സ് തയ്ച്ച് നല്ല പെർഫെക്റ്റ് ഫിറ്റിൽ ഇടാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഔട്ട്സൈഡേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ വീഡിയോ നല്ല സ്കിപ്പ് ചെയ്യാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പാർട്സ് ഓരോ ഭാഗങ്ങളായിട്ട് വേറെ ഇനി വരേണ്ടി വരും. കാരണം വെച്ചാൽ അത് മൊത്തമായിട്ടൊരു വീഡിയോയിൽ തരാൻ കഴിയില്ല, കുറച്ച് ഡീറ്റെയിൽ ആയി പോകുന്നത് കൊണ്ട് മാത്രം. അപ്പോൾ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം തന്നെ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. ഉറപ്പായിട്ടൊരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അളവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടുള്ള റെഡി ഫിറ്റ് മെഷർമെൻ്റ് ആണ്. അതിനോടുകൂടി നമ്മൾ എക്സ്ട്രാ അളവുകൾ ആഡ് ചെയ്താലാണ് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അതേ കറക്റ്റ് ബോഡി നിർത്തും അതേ അളവിൽ തന്നെ ബ്ലൗസ് കട്ട് ചെയ്ത് നമുക്കത് കറക്റ്റായിട്ട് ഇടാൻ പറ്റത്തില്ല. തയ്യൽ തുമ്പ് മാത്രം ഇട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് ചില ഭാഗങ്ങളിൽ വേണ്ടത്ര അളവുകൾ മെഷർമെൻറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ചില മെഷർമെൻറ്റ്സ് ചിലതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഡിഫറൻസ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാന 3 അളവ് ബോഡിയിൽ നിന്ന് എടുക്കേണ്ടതുണ്ട്. ആദ്യത്തെ അളവ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് എടുക്കേണ്ടത്. ചെസ്റ്റിൻ്റെ അളവാണ് എടുക്കുക. ചെസ്റ്റിൻ്റെ അളവ് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് കൈക്കുഴിയുടെ ബേസ് ചെയ്തുകൊണ്ട് കൈക്കുഴിനെ അടിസ്ഥാനപ്പെടുത്തി കക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കറക്റ്റ് ഫിറ്റിൽ എത്രയാണോ ആ ഒരു അളവ് എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് അളവ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ടൈറ്റ് ആവാൻ പാടില്ല, വല്ലാതെ ലൂസ് ആവാൻ പാടില്ല. ആ ഒരു രീതിക്കാണ് നമ്മളിത് എടുക്കേണ്ടത്. ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ബോഡി മെഷർമെൻറ്റ്സിൽ നിന്ന് അളവെടുക്കുന്ന ബ്ലൗസിൻ്റെ വീഡിയോ, ബ്ലൗസിന് വേണ്ടിയിട്ട് ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഇപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് നമ്മൾ ആ വീഡിയോ കൊടുക്കാം. ഇത് കണ്ട ശേഷം നിങ്ങൾ എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് ആ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അളവെടുക്കേണ്ടത്, എത്രത്തോളം ടൈറ്റ് ആയിട്ട് ലൂസായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്, ടൈറ്റ് ലൂസൊക്കെ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, അളവുകൾ എടുക്കുന്ന രീതി എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അതിൽ കൂടെ ആഡ് ചെയ്യേണ്ട ആ മെഷർമെൻറ്റും അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോരാത്തതിന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അതിൽ പറയാത്ത കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് ആ വീഡിയോയിൽ ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റിനെയാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചില ഭാഗങ്ങൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അതിൽ പറയാതെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നതാണ്. അതിനുശേഷം നമ്മൾ അളവെടുക്കേണ്ടത് ബസ്റ്റിൻ്റെ അളവാണ്. ബസ്റ്റിൻ്റെ അളവെടുക്കുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിപ്പിൾ റൗണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അളവ് എടുക്കേണ്ടത് കേട്ടോ. ചിലവർക്ക് ചെസ്റ്റിൻ്റെയും ബസ്റ്റിൻ്റെയും അളവ് ഈക്വൽ ആയിരിക്കാം, ചിലവർക്ക് അത് വെച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ സെയിം ആയിരിക്കും, അവിടെ നിന്നിട്ട് 1 ഇഞ്ച് മുതലൊക്കെ കയറിയിട്ട് ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വരെയുള്ള വ്യത്യസ്തമായ ബോഡി ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. മാത്രമല്ല നമുക്കൊരു 3 ഇഞ്ച് വരെ വരുമ്പോഴാണ് നമുക്കതൊരു കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം 5 ഇഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ്, അതിൻ്റെ ആ ഫോൾട്ട് എന്താണ്, നമുക്ക് അതിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയും കണ്ടു നോക്കത്തിൽ ഇതിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കൊടുക്കാം കേട്ടോ. ആ വീഡിയോയും കണ്ടു നോക്കി നോക്കുക. പിന്നെ എടുക്കേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ്, അതായത് ഇടുപ്പ് ഭാഗത്തെ വണ്ണമാണ് കേട്ടോ. ഇടുപ്പ് ഭാഗത്തെ വണ്ണം കറക്റ്റായിട്ടുള്ള അളവിലെടുക്കുക. പിന്നെ നമ്മൾ എടുക്കേണ്ടത് ഫുൾ ഷോൾഡറാണ്. ബാക്കിൽ നിന്നാണ് ഷോൾഡറിൻ്റെ അളവെടുക്കേണ്ടത് കേട്ടോ. ഒരു എൽബോയുടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ ഭാഗത്ത് നമുക്കൊരു ബോൺ ഉണ്ട്, അത് നമ്മുടെ കൈയിൻ്റെ ആ ഒരു അളവ് വെച്ചിട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഫുൾ ഷോൾഡർ അളവെടുക്കണം കേട്ടോ. പിന്നെ ഹാഫ് ഷോൾഡർ എന്ന് പറയുന്നത് അതിൻ്റെ പകുതി. ഇനി ഫുൾ ഷോൾഡറിനെ ബേസ് ചെയ്തുകൊണ്ടൊരു കാര്യം പറയാം. ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്ത അളവല്ല നമ്മുടെ ഈ പറഞ്ഞ ഹാഫ് ഷോൾഡർ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 14 ഇഞ്ചാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു അളവിലേക്ക് വന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു അളവല്ല ഹാഫ് ഷോൾഡർ വരിക. അതായത്
നമ്മുടെയൊക്കെ അളവെടുത്തപ്പോൾ 14 ഇഞ്ചാണ് വന്നത്. അപ്പോൾ എന്നാൽ നമ്മൾ എടുക്കുന്ന അളവ് ഹാഫ് ഷോൾഡർ, അതിൻ്റെ പകുതിയിൽ ഹാഫ് ഷോൾഡർ എടുക്കുന്നത് 5.25. അപ്പോൾ അത് ഒരിക്കലും മാച്ച് അല്ലല്ലോ. അപ്പോൾ അതെന്താണ് അങ്ങനെ വന്നേ എന്നതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് ഫുൾ ഷോൾഡർ 14 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 14 ഇഞ്ചാകുമ്പോൾ അതിൻ്റെ ഹാഫ് ഷോൾഡർ വരേണ്ടത് 7ആണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 5.25. അതെന്താണ് അതിന് വന്ന മാറ്റം എന്ന് നമ്മൾ പറഞ്ഞുതരാം. ഡയറക്റ്റ് നമുക്ക് വരുന്ന അതേ ഷോൾഡർ നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇത് മാറ്റം വരുന്നത് നമ്മുടെ നെക്കിൻ്റെ, ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് മാറ്റം വരും, ഷോൾഡറിന് മാറ്റം വരും. അപ്പോൾ നമ്മുടെ ബാക്കിലെ നെക്ക് ഒരു 3 ഇഞ്ച് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ഫുൾ ഷോൾഡർ നമുക്ക് പകുതി എടുക്കാം. കറക്റ്റ് ബാക്ക് 3 ഇഞ്ച് വരെയാണ്, 3 ഇഞ്ചാണ് നോർമൽ എടുക്കണമെങ്കിൽ, ബാക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കണമെങ്കിൽ നമുക്ക് ഈ 14 ഇഞ്ചിൻ്റെ പകുതി തന്നെ നമ്മൾ ഷോൾഡറായിട്ട് എടുക്കാം. അതേസമയം നമ്മൾ 4 ഇഞ്ചാണ് എടുക്കണമെന്ന് വിചാരിക്കാം. 4 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരു 1.25 ഇഞ്ച് ഇതിനകത്തുനിന്ന് കുറയ്ക്കണം. ഫുൾ ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറയ്ക്കേണ്ടതുണ്ട്. മുതൽ 8 ഇഞ്ച് വരെ ആണെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയൊക്കെ ഒരു 2 ഇഞ്ച് നമുക്ക് ഇതിനകത്ത് ബാക്കിൽ നിന്ന് കുറയ്ക്കണം. ബാക്ക് ഷോൾഡറിൽ നിന്ന്, ഫുൾ ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കണം. അതിൽ പോരാന്നിട്ട് 8 ഇഞ്ചിന് മുകളിലേക്ക് ഇട്ട് കയറുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.25-2.5 ഇഞ്ച് കുറയ്ക്കണം. അങ്ങനെ കുറച്ചിട്ടാണ് ഇനി കിട്ടുന്ന ഫുൾ ഷോൾഡറിൽ നിന്ന് കുറച്ച ശേഷം ബാക്കിയുള്ളത് തന്നെ ആണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എടുക്കുമ്പോഴാണ് നമുക്ക് 5.25 വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 5.25 എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ കഴുത്തിൻ്റെ ബാക്കിൻ്റെ ലെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ നമുക്ക് കിട്ടിയ ഫുൾ ഷോൾഡർ എന്നത് 14 അപ്പോൾ നമുക്ക് 7 ഇഞ്ച് അതിൻ്റെ പകുതിന് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുക്കാം. അതേസമയം അപ്പോൾ സെയിം തന്നെ എടുത്തേട്ടോ. അപ്പോൾ ശരിക്കും കിട്ടണതിൻ്റെ കറക്റ്റ് പകുതിയാണ് എടുത്തത്. എത്രയാണോ ഫുൾ ഷോൾഡർ വന്നത് അതേ ഷോൾഡറിൻ്റെ നമുക്ക് ഹാഫ് ഷോൾഡർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി അത് തന്നെ എടുത്തു. 4 ഇഞ്ചാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ 1.25 ഇഞ്ചിൽ കുറയ്ക്കണം. എത്ര നമുക്ക് കിട്ടിയെന്ന് 14 ഇഞ്ചാണ് നമുക്ക് കിട്ടിയെന്ന് അതിൽ നിന്ന് 1.25 ഇഞ്ച് കുറച്ചിട്ട് കിട്ടുന്ന ആൻസർ അതിൻ്റെ /2. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, 14 ഇഞ്ചിൽ നിന്ന് നമുക്ക് 4 ഇഞ്ച് വരുന്ന 14 ഇഞ്ചിൽ നിന്ന് 1.25 ഇഞ്ച് കുറയ്ക്കുക. 1.25. അപ്പോൾ ഈ 12.25-ൻ്റെ എത്രയാണോ നമുക്ക് പകുതി വരുന്നത് അതാണ് നമുക്ക് ഇടിക്കേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു നെക്കിൻ്റെ അളവിന്, ആ നെക്കിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ എടുക്കുന്നത് 6.25 ഒരു പോയിൻ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരും. അതേസമയം ഇനി 5 ഇഞ്ചാണ് എടുക്കണമെങ്കിൽ നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ അതിനകത്തുനിന്ന് കുറയ്ക്കണം. ലെസ് ചെയ്യണം, കിട്ടിയ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ പകുതി കണക്കാക്കാം. അതേസമയം 6 ഇഞ്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1.5 എന്നുള്ള രീതിയിൽ എടുക്കാം. 6 ഇഞ്ച് വരെയൊക്കെ. 6 മുതൽ 8 വരെയൊക്കെ ആണെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. 2 ഇഞ്ച് ലെസ് ചെയ്യുക, കുറയ്ക്കുക. കിട്ടിയ ഷോൾഡറിൽ നിന്ന് 2 ഇഞ്ച് കുറയ്ക്കുക. നമ്മൾ 8-ന് മുകളിലോട്ട് വരികയാണെങ്കിൽ എത്രയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2.25-2.5 ഇഞ്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഈ 5.25 വന്നത് നമ്മളിതിന് നമ്മുടെ ഷോൾഡർ, നമ്മുടെ നെക്ക്, ബാക്കിലത്തെ നെക്കിൻ്റെ ഇറക്കം വന്നിട്ട് 8.25 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്ന അളവ്. അപ്പോൾ 8 ഇഞ്ചിന് മുകളിൽ വന്നപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് കുറയ്ക്കേണ്ടത്. അതായത് 14 ഇഞ്ചാണ് ശരിക്കും ബോഡിയിൽ നിന്ന് അളവെടുത്തത്. അതിൽ നിന്ന് ഞാൻ 8.25 ഇഞ്ച് കുറച്ചു. ഓക്കെ, 14 ഇഞ്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 8.25 ഇഞ്ച് വന്നതുകൊണ്ട് 2.5 ഇഞ്ച് കുറച്ചു. 8.25 ഇഞ്ച് നമ്മൾ ബാക്കിലെ ഇറക്കം എടുക്കുന്നത് കൊണ്ട് നമ്മൾ 2.25 ഇഞ്ച് കുറച്ചു. അങ്ങനെ 2.25 ഇഞ്ച് കുറയ്ക്കുക, 2.5 ഇഞ്ച് കുറച്ചു. 14 ഇഞ്ചിൽ നിന്ന് 2.5 ഇഞ്ച് കുറച്ചാൽ എത്ര വരും? ഇതൊന്ന്, ഇത് 2, ഇത് 2.5. അപ്പോൾ 11.5 ഇഞ്ചാണ് വരുന്നത്. 11.5 ഇഞ്ചാണ് അപ്പം നമുക്ക് കിട്ടിയത്. അപ്പോൾ ശരിക്കും ഷോൾഡർ നമ്മൾ ഫുൾ ഷോൾഡറായിട്ട് 11.5 ഇഞ്ച് കിട്ടി. അതിൻ്റെ പകുതി ഹാഫ് ഷോൾഡർ എത്രയാണ്? അപ്പോൾ ടേപ്പിനെ തന്നെ നമുക്ക് ഇതുപോലെ മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. 11.5-യുടെ പകുതി ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് 5.25 കിട്ടി. അപ്പോൾ ഞാൻ ബാക്കിലത്തെ ലെങ്ത്തിനെ, നെക്കിൻ്റെ ലെങ്ത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാൻ എടുത്ത ഷോൾഡർ എനിക്ക് 5.25 മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ ഷോൾഡർ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അതിൻ്റെ ബാക്കി അടുത്ത പാർട്സ് ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ ഈ ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു.
വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.